ഈ വാട്സപ്പിലും അതുപോലെ കമൻ്റായിട്ടൊക്കെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമാണ് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിനായി പോവുക. ഇപ്പോൾ 100% ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് അത് പകുതിയായിട്ട് തീർന്നു പോവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബാറ്ററി പെട്ടെന്ന് തീരുന്നത്? ഒന്നാമത്തെ നമ്മൾ ഇപ്പം പുതിയ വെർഷൻ ഫോണൊക്കെ ഒരു 4000 mAh മേലോട്ടുള്ള ഫോണുകൾ പെട്ടെന്നൊന്നും തീരുകയില്ല. എന്നാൽ പഴയ വെർഷൻ ഫോണുകൾ ഒരു 3000 mAh 1000 mAh 2000 mAh ഒക്കെ ഉള്ള, അതായത് ബാറ്ററി കപ്പാസിറ്റി കുറവുള്ള ഫോണുകളിൽ പെട്ടെന്ന് ബാറ്ററി തീരും. എന്നാൽ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% നമുക്ക് ബാറ്ററി ഡ്രെയിൻ ആകുന്നത് കുറയ്ക്കാൻ കഴിയും. അപ്പം ബാറ്ററി ചാർജ് മാക്സിമം കുറയ്ക്കാൻ കഴിയുന്ന ഒരു 5 ടിപ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഈ 5 ടിപ്സ് കൊണ്ട് നിങ്ങളെ ബാറ്ററി തീരാണ്ടിരിക്കുന്നൊന്നും ഞാൻ പറയുന്നത് കേട്ടോ. ബാറ്ററി തീരും, എന്നാൽ ആ തീരുന്നതിൻ്റെ സമയപരിധി കുറച്ച് നമുക്ക് നീട്ടാൻ കഴിയും. ഇത് ചെറിയ ചെറിയ ടിപ്സുകളാണ്. ആ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നുണ്ട്, വീഡിയോൻ്റെ താഴെ ഒന്ന് നോക്കണേ. വെറുതെ ഒന്ന് പോയി നോക്കുക, അവിടെ ചോന്ന എത്തുന്നുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ഞെക്കിയേക്ക്. ഒപ്പം ഒരു ബെല്ലും കൂടി ഉണ്ടാകുക, അതുകൂടി ഒന്ന് ഞെക്കിയേക്ക്. ഞാൻ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നേരം മിസ്സാണ്ട് നിങ്ങൾക്ക് കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്ക് കൊടുത്തേക്ക്. അതിനൊന്നും ഈ പറഞ്ഞ കാര്യത്തിനൊന്നും ചിലവില്ലെല്ലാം ഫ്രീയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒന്നാമത് നമ്മളെ ബാറ്ററിനെ ചാർജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് GPS. സാധാരണഗതിയിൽ GPS ആരും ഓണാക്കലും ഓഫാക്കലും അല്ലേ? ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഓഫാക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഓണാക്കുന്നത്? ഈ ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ GPS ആക്സസ് ചെയ്ത് കൊടുക്കണം, GPS ഓൺ ആക്കണം. പിന്നെ പോയാലും ഓഫാക്കിയില്ല. അപ്പം ജസ്റ്റ് ഈ GPS എന്ന് പറയുന്ന സാധനം ആവശ്യമുള്ള സമയത്ത് മാത്രം ഓണാക്കിക്കുക, ആവശ്യമില്ലാത്ത നേരം അതങ്ങ് ഓഫാക്കിയിട്ടേക്കുക. നിങ്ങളെ ബാറ്ററി ചാർജ് കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഇതാണ്. അതൊന്ന് പരിഹരിച്ചേക്കുക. അപ്പോൾ മനസ്സിലായിക്കോ? ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ GPS എന്ന് പറയുന്ന സാധനം ഓണാക്കുക, ആവശ്യമില്ലാത്ത നേരം ഓഫാക്കി കളയുക. ഓഫാക്കി. ഇനി രണ്ടാമത്തെ കാരണം നിങ്ങളെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ തന്നെ കേട്ടോ. ഈ ഡിസ്പ്ലേ നല്ല ഈ ബ്രൈറ്റ്നസ് കൂട്ടി ഇങ്ങനെ വെച്ചാൽ അത് നിങ്ങളെ കണ്ണിനും കുഴപ്പമാണ്. അതുപോലെ തന്നെ ഈ ബാറ്ററി ചാർജ് തീരുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അത് സാധാരണ എല്ലാവരും ചെയ്യുക ഇതാ കണ്ടോ, ഈ ബാറ് ഇത് ഓട്ടോ എന്നുള്ളത് ഞെക്കി അവിടെ വെച്ചേക്കും. ഇപ്പോൾ ഓട്ടോ ഇട്ട് വെക്കുന്നത് ഇത് കുറഞ്ഞാട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ ഓട്ടോ അങ്ങ് ഓഫായി കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ പല സമയത്തും ഈ ഓട്ടോ 100% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും എല്ലാ സമയത്തും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് അത് മാനുവലായിട്ട് ഈ ഓട്ടോ എന്നുള്ളത് ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണോ അങ്ങനെ വെച്ചേക്കുക. അപ്പം ഒരു 50, 60, 40%, 50%, 60% ഒക്കെ വെക്കുന്നതാണ് ഞാൻ സാറിന് 40%, 50% ഒക്കെ ഉപയോഗിക്കൽ. അങ്ങനെ വെക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ വെക്കുക. എങ്ങനെയായാലും ഈ ഓട്ടോ ഓഫാക്കിയിടുക. അപ്പോൾ 2 കാരണം ആടാ കേട്ടോ. ഇനി മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡിൽ ഞാനിപ്പോൾ വലിയ കുറേ ഫോട്ടോസാണ് ആയിക്കോട്ടെ. കീബോർഡിൽ ഇങ്ങനെ ഞെക്കുന്നവരൊക്കെ പല അനിമേഷൻസ്, സൗണ്ടുകൾ, കീ കുക്കൂ എന്നൊക്കെയുള്ള സൗണ്ടുകൾ, അതുപോലെ വൈബ്രേഷൻ, ഇതിനൊക്കെ ചെറിയ ശതമാനം ബാറ്ററി ചാർജ് എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട്. അതും ഓഫാക്കിയിട്ടേക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സിൽ അത് ഓഫാക്കാൻ ചെയ്യേണ്ടത്, സെറ്റിങ്സിൽ ഇവിടെ ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. അതെവിടെയാണുള്ളത്? നമ്മളെ ഈ ലാംഗ്വേജ് ഇൻപുട്ട് ഉണ്ടാവില്ലേ, ലാംഗ്വേജ് ഇൻപുട്ട്, അതായത് പോയി ആക്സസിബിലിറ്റി, സ്മാർട്ട് അസിസ്റ്റൻറ്റ്, ലാംഗ്വേജ് ഇൻപുട്ട് എടുക്കുക. ഇതല്ലോ നോക്കിയെടുക്കാൻ വലിയ പാടാണ്. ഇതെത്ര സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ. അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് ഏതോ, ഞാൻ ഈ കീബോർഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് അവിടെ കാണിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കീബോർഡ് സെലക്ട് ചെയ്യുക. അവിടെ പോയി ലാംഗ്വേജ് ഇൻപുട്ടിൽ കീബോർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ പ്രിഫറൻസ് എന്നുള്ളതിൽ
ഇതൊക്കെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാ പോപ്പപ്പ് കീ ഓഫ് ചെയ്യുക, വൈബ്രേറ്റ് ഓഫ് ചെയ്യുക, അത് ഓഫ് ചെയ്യുക, പിന്നെ കീ സൗണ്ട് ഓണിലാവേണ്ടി അതും ഓഫ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ശതമാനം ബാറ്ററി നമുക്ക് അവിടെ ഡ്രെയിൻ ആകുന്നത് കുറയ്ക്കാൻ കഴിയും. അപ്പം 3 ആയ. ഇനി 4-മത്തെ എന്താ വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് പഴയ വെർഷൻ ഫോണുകളൊക്കെ ആണെങ്കിൽ, പഴയ സാംസങ്ങിൻ്റെ ഫോൺ അതുപോലത്തെ പഴയ മോഡൽ ഫോണുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ എടുക്കുക. അതിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡെവലപ്പർ ഓപ്ഷൻ അത് എബൌട്ട് ഫോണിൻ്റെതായിട്ട് കാണാം. ഇതാ ഇതിലിപ്പം ഇവിടെ ഉണ്ട് ഡെവലപ്പർ ഓപ്ഷൻ. ഈ ഡെവലപ്പർ ഓപ്ഷൻ ഇല്ലെങ്കിൽ എബൌട്ട് ഫോൺ എടുത്തിട്ട് അതിൽ ഈ ബിൽഡ് നമ്പർ, പിന്നെ ചില ഫോണിൽ മോഡൽ നമ്പർ ആയിരിക്കും ഉണ്ടാകുക. ബിൽഡ് നമ്പർ അല്ലെങ്കിൽ മോഡൽ നമ്പറിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി, ഈ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിക്കോളും. ഞാനിപ്പോൾ ഓൾറെഡി എനേബിൾ ആയതുകൊണ്ട് എനിക്ക് ക്ലിക്ക് ചെയ്യേണ്ട, ഞാനിത് കാണിച്ചു തരാം. അതിൽ ഡെവലപ്പർ ഓപ്ഷൻ എടുത്തിട്ട് അതിൻ്റെ താഴെ കുറേ സ്കെയിൽ കാണാം. ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ അവർക്ക് ഇവിടെ അത് എവിടെ പോയപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ സാധനം, ഒളിച്ച് നിൽക്കുക ഇതൊക്കെ. നിങ്ങളിതെല്ലാം കാണുന്നു മനസ്സിലാക്കുന്നുണ്ടോ? ആർക്കറിയാം. ഇതാ ഇവിടെ എങ്ങനെ കാണുന്നുണ്ടോ? വിൻഡോ അനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ, അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ. ഇത് 3 ഓരോന്നും ഓപ്പൺ ചെയ്യുക. ഇത് സാധാരണ ഗതിയിൽ ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക അനിമേഷൻ സ്കെയിൽ 0.5 ഇൻറ്റു അല്ലെങ്കിൽ 1 ഇൻറ്റു എന്നുള്ളതിലാണ് ഉണ്ടാകുക. ഇതിലൊക്കെയാണ് ഉണ്ടാകുക. അത് നേരെ ഓഫ് ആക്കിയിട്ടേക്കുക. ഇതും നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് കുറച്ച് കൂടുതൽ സമയം നീട്ടി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ്. അപ്പം ഇനി 4-മത്തെ ഓപ്ഷൻ എന്താ, അല്ല 5-മത്തെ അല്ലേ, 5-മത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളെ ഫോണിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് ആപ്ലിക്കേഷൻ ചിലപ്പം 6 മാസത്തിൽ, ഒരു കൊല്ലത്തിലൊക്കെ ഒരിക്കലായിരിക്കും ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം. എന്നാൽ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ആക്കില്ല. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്യുകയും നമ്മളെ ഫോൺ ബാറ്ററി ചാർജ് ഇങ്ങനെ കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് അങ്ങനത്തെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് അങ്ങ് ഒഴിവാക്കി വെക്കുക. അത് നിങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ ആപ്സ് എന്നുള്ള ഭാഗത്ത് ആപ്സ് എന്നുള്ള എടുത്താൽ, ആപ്ലിക്കേഷൻസ് ആപ്സ് എന്നൊക്കെ ഉള്ള എടുത്താൽ നിങ്ങളെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഏതൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെയാണ് വേണ്ടാത്തതെന്നൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഇപ്പം ടിക്ടോക്കൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ആരോടും പറയാറ്റാ. ഇതിലിപ്പോൾ ഞാനെല്ലാം ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഉപയോഗിക്കാത്ത ഒന്ന് കാണിച്ചു തരുന്നതിനും കൂടി ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഇതിൽ കാണുന്നില്ല. നോക്കട്ടെ ഇതെങ്കിലും ഉണ്ടോയെന്ന്. മോളെ പൂച്ചനെ തെളിക്കല്ല, പൂച്ച നടന്ന് തിന്നോട്ടെ പാവം, അതും ഒരു മനുഷ്യനല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിലൊന്നും കാണുന്നില്ല, ഡിലീറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊന്നങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. വെറുതെ എന്തിനാ ഇത് ആവശ്യമില്ലാത്തതെല്ലാം കുത്തി നിറച്ചെല്ലാം കൂടി ഫോണ് ഫുള്ളാക്കി വെക്കുന്നത്. ഇപ്പോൾ ഇഷ്ടം പോലെ നെറ്റ് ഉള്ളതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത് എടുത്താൽ പോരെ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസൊക്കെ പിന്നെ നോക്കി നടക്കേണ്ടി വരികയില്ല. പ്ലേ സ്റ്റോറിൽ പിന്നെ ലൈബ്രറി എന്നുള്ള ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്താൽ അവിടെ ഉണ്ടാവും, അവിടെ നിന്ന് എടുക്കുക. അതിനെക്കൊണ്ട് മാണ്ടാത്തൊക്കെ ഒന്നങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പം ഈ 5 ടിപ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് തീരലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ്. പിന്നെ മാക്സിമം, അതായത് പരമാവധി നമുക്ക് ഒരു അത്യാവശ്യ സമയത്തൊക്കെ ബാറ്ററി ചാർജ് കൂടുതൽ നിൽപ്പിക്കാൻ ഈ 5 ടിപ്സുകൾ കൊണ്ട് കഴിയും. അപ്പോൾ ഈ 5 ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം വീഡിയോക്ക്. നിങ്ങളൊരു ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു അറിവാണ്. അത് ഇനിയും വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ ഒരു ലൈക്ക് കൊടുക്കാൻ മറന്നുകൊണ്ട്, അതുപോലെ ഈ വീഡിയോയിലുള്ള ഏത് ടിപ്സാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് ഒന്ന് കമൻ്റായിട്ട് എഴുതിയിടുക. എല്ലാ ടിപ്സും ഉപകാരപ്പെടുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഏത് ടിപ്സാണോ അതൊന്ന് കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ പിന്നെ വേറൊരു കാര്യം, ഒരുപാട് കമൻറ്റുകൾ പെൻഡിങ്ങിലായി പോകുന്നുണ്ട്. നാട്ടിൽ വന്നപാട് ഒരുപാട് തിരക്കുകൾ, അധികം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല കമൻറ്റുകൾ വാട്സപ്പിലൊക്കെ. പിന്നെ
അപ്പം വാട്സപ്പ് നമ്പർ കഴിഞ്ഞൊരു വീഡിയോയിലെല്ലാം ഞാൻ ഏഡ് ചെയ്തിക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് വിടാം. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു സെഗ്മെൻറ്റ് കാണാം. അതുവരെ നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.